बाबा जिगर में तेरा प्यार, दिल में है तेरी याद बाबा जिगर में तेरा प्यार। तेरी श्रीमत और शिक्षाएं जीवन का आधार, तेरी श्रीमत और शिक्षाएं जीवन का आधार। दिल में है तेरी याद बाबा जिगर में तेरा प्यार, तेरी श्रीमत और शिक्षाएं जीवन का आधार। पद्मा पदम सौभाग्यशाली तुमने हमें बनाया, नवजीवन दे करके तुमने दिल में हमें बिठाया। पद्मा पदम सौभाग्यशाली तुमने हमें बनाया, नवजीवन दे करके तुमने दिल में हमें बिठाया। अब तो ये जीवन है बाबा तुझ पर ही बलिहार, अब तो ये जीवन है बाबा तुझ पर ही बलिहार। तेरी श्रीमत और शिक्षाएं जीवन का आधार, तेरी श्रीमत और शिक्षाएं जीवन का आधार। ഓം ശാന്തി. ഇന്നലെ നമ്മൾ കേട്ടത് എന്താണെന്ന് ഓർമ്മയുണ്ടോ? ബാബ രാജ്യത്തലവന്മാർക്കും ധാർമ്മിക നേതാക്കൾക്കും അയച്ച കത്തിലെ ഉള്ളടക്കം. അതിൽ ആത്മാവിൻ്റെയും പരമാത്മാവിൻ്റെയും വീടിൻ്റെയും കാലചക്രത്തിൻ്റെയും തങ്ങളുടെ കർത്തവ്യത്തിൻ്റെയും എല്ലാം പരിചയം ബാബ കുറിക്കുകൊള്ളുന്ന വാക്കുകളിലൂടെ വളരെ കാച്ചിക്കുറുക്കിയ രീതിയിൽ എങ്ങനെ ജ്ഞാനം ഓരോരുത്തർക്ക് നൽകുക, അത് നമ്മൾ ഇന്നലെ കണ്ടു. ഇനി നമുക്കതിൻ്റെ തുടർച്ച കേൾക്കാം. ഈ കത്ത് ലഭിച്ചവർക്ക് ഈ സന്തോഷമുണ്ടായി. മാതാക്കളിലൂടെയും സഹോദരിമാരിലൂടെയും പെൺകുട്ടികളിലൂടെയും ഭാരതത്തെ ശ്രേഷ്ഠാചാരിയാക്കി മാറ്റുന്നതിനുള്ള പവിത്രമായ കർത്തവ്യം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വർത്തമാന രാജ്യമാണ് രാവണരാജ്യം, കൗരവരാജ്യം. ഇത് അതിശീഘ്രം മാറി രാമരാജ്യം, ഈശ്വരീയ രാജ്യം വരും. ഇങ്ങനെയുള്ള സന്ദേശം എല്ലാവർക്കും സന്തോഷം നൽകി. പക്ഷേ അവരെല്ലാവരും ദേഹാഭിമാനത്തിലായത് കാരണം, പരമാത്മാ പിതാവിനെ തിരിച്ചറിയാത്തത് കാരണം, ലോക വ്യവഹാരങ്ങളിൽ മുഴുകിയിരുന്നത് കാരണം അവർ ബാബയുടെ അടുത്തേക്ക് വരാനോ ഈ സന്ദേശം തങ്ങൾക്ക് എവിടെ നിന്ന് ആര് തന്നു അതിൻ്റെ ഉറവിടം അന്വേഷിക്കാനോ തങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കുട്ടികളെ എന്ന് വിളിച്ചുകൊണ്ട് ഈ കത്തിലൂടെ ആരാണ് സംസാരിക്കുന്നത് എന്ന് അന്വേഷിക്കാനുള്ള പുരുഷാർത്ഥം അവരാരും ചെയ്തില്ല. സ്വതന്ത്ര പാർട്ടിക്ക് കാര്യകർത്താവും തഥാ സദസ്യവും കോ പത്ര. അടുത്തത് ബാബ ഭാരതത്തിൽ ആ സമയത്ത് നേരത്തെ നമ്മൾ കേട്ടുമല്ലോ, സർക്കാരിനെതിരെ അവിടെ ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ മുളച്ചു പൊന്തി. അതിലെല്ലാം ധാരാളം നേതാക്കന്മാരുണ്ടായിരുന്നു. സ്വതന്ത്ര പാർട്ടികൾ രൂപം കൊണ്ടു ധാരാളം. അവർക്കും ആ പാർട്ടി തലവന്മാർക്കും അതിലെ അംഗങ്ങൾക്കും വേണ്ടി ബാബ അടുത്ത സന്ദേശ പത്രിക അയച്ചു. ഇത് 1959 സേവനത്തെക്കുറിച്ചാണ് പറയുന്നത്. ഓഗസ്റ്റ് 22
ഭാരതത്തിൽ ആ സമയത്തിൽ നിലനിന്നിരുന്ന സ്വതന്ത്ര പാർട്ടി സ്ഥാപകർക്കും അതിലെ മുഖ്യന്മാർക്കും ബാക്കി സംഘടനയിൽ ഉൾപ്പെട്ട എല്ലാവർക്കും, എല്ലാ മെമ്പർമാർക്കും ഭാരവാഹികൾക്കുമായി ബാബ ഒരു കത്ത് പ്രിൻ്റ് ചെയ്ത് അയച്ചു. इस राजनीतिक दल के स्थापक मानते थे कि कांग्रेस सरकार जनता के जीवन में, കാരണം ഈ സ്വതന്ത്ര പാർട്ടികളുടെ എല്ലാം മുഖ്യധാരയിലുണ്ടായിരുന്നവരുടെ വിശ്വാസം ഇതായിരുന്നു: കോൺഗ്രസ് സർക്കാർ, ആ സമയത്തിൽ നിലനിന്നിരുന്ന രാജ്യ സർക്കാർ മനുഷ്യൻ്റെ ജീവിതം കൂടുതൽ ദുഃഖകരമാക്കി മാറ്റി. സർക്കാർ എല്ലാറ്റിലും കൈയിടുകയാണ്. ലൈസൻസിലും പെർമിറ്റിലും ദേശം കൂടുതൽ അനീതിയിലേക്കും അനാചാരത്തിലേക്കും അക്രമത്തിലേക്കും പോയിക്കൊണ്ടിരിക്കുകയാണ്. ऐसे भी कहते थे देश राजनीतिक तौर से भले स्वतंत्र हो गया. അതുകൊണ്ട് ആ സമയത്ത് ഉയർന്നു വന്ന ഈ സ്വതന്ത്ര പാർട്ടിക്കാർ ദേശം മുഴുവൻ ഈ സന്ദേശം പ്രചരിപ്പിച്ചു. ഒരുപക്ഷെ രാജ്യം ബ്രിട്ടീഷ് കരങ്ങളിൽ നിന്ന് രാഷ്ട്രീയപരമായി സ്വതന്ത്രമായെങ്കിലും സാമ്പത്തികപരമായി ഇപ്പോഴും പാരതന്ത്ര്യത്തിലാണ്. अतः इस दल के सदस्यों को लिखा गया कि वर्तमान समय का राज्य तो कौरव राज्य है. അപ്പോൾ ബാബ അവർക്ക് എന്ത് സന്ദേശം അയച്ചു? ബാബ കത്തിലെഴുതി, ഈ സമയത്ത് രാജ്യം കൗരവ രാജ്യമാണ്. ए धर्म अर्थात पवित्रता एवं दैविक मर्यादा पर. എന്തുകൊണ്ടാണ് കൗരവ രാജ്യം എന്ന് പറഞ്ഞത്? ഇവിടെ പവിത്രത എന്ന ധർമ്മം, പ്യൂരിറ്റി, ഈ ദൈവിക മര്യാദയുടെ ആധാരത്തിലല്ല ആരും രാജ്യം ഭരിക്കുന്നതും രാജ്യത്തിൽ ജീവിക്കുന്നതും. സത്യുഗത്തിൽ ശ്രീ ലക്ഷ്മി ശ്രീനാരായണൻ്റെയും ത്രേതായുഗത്തിൽ ശ്രീ സീതയുടെയും ശ്രീരാമൻ്റെയും രാജ്യമാണ് ഈ ഭാരതത്തിൽ ഉണ്ടായിരുന്നത്. आज तो सभी मनुष्य काम क्रोध आदि विकारों के कारण परतंत्र है. അടുത്ത മഹാവാക്യം ബാബ എഴുതി, ഈ സമയത്ത് മനുഷ്യരെല്ലാവരും ഒന്നുകിൽ കാമത്തിന് അല്ലെങ്കിൽ ക്രോധത്തിന് തുടങ്ങിയ വികാരങ്ങളാൽ ബന്ധിതരാണ്. ആരും സ്വതന്ത്രരല്ല. ഇവിടെ സ്വതന്ത്ര ഭാരത അല്ല പറഞ്ഞു ബാബ. വികാരങ്ങളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് ഭാരതീയർ. യഥാർത്ഥ അർത്ഥത്തിൽ സ്വരാജ്യം എന്താണ്? സ്വരാജ്യം ആ സമയത്ത് സ്ലോഗൻ അതായിരുന്നല്ലോ, സ്വരാജ്യം. സ്വരാജ്യം ആത്മാക്ക ഇന്ദ്രിയോം പർ ശാസൻ. എന്നിട്ട് ബാബ എന്താണ് സ്വരാജ്യമെന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്തി കൊടുത്തു. ആത്മാവാകുന്ന രാജാവിന് സ്വന്തം കർമ്മേന്ദ്രിയങ്ങളുടെ മേൽ ഭരിക്കാനുള്ള കഴിവ്, നിയന്ത്രണത്തിനുള്ള കഴിവുണ്ടെങ്കിൽ മാത്രമേ സ്വരാജ്യാധികാരി എന്ന് പറയും. ഇസ് പ്രകാർ കെ പ്രജാതന്ത്ര. പക്ഷേ ഇപ്പോൾ ബാബ പറഞ്ഞു, ഇപ്പോൾ ആരും രാജാക്കന്മാരല്ല, പ്രജാഭരണാണ് എന്ന് പറഞ്ഞാൽ കർമ്മേന്ദ്രിയങ്ങളാണ് നിങ്ങളെ നിയന്ത്രിക്കണം. നിങ്ങൾ കർമ്മേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുകയല്ല. അവിടെ സുഖവും ശാന്തിയും ഡിസിപ്ലിനും പവിത്രതയും ആഗ്രഹിക്കുന്നത്, കർമ്മേന്ദ്രിയങ്ങൾ കടിമയായുള്ള ജീവിതത്തിൽ സുഖവും ശാന്തിയും സമ്പത്തും ആരോഗ്യവുമൊക്കെ ആഗ്രഹിക്കുന്നത് മൃഗതൃഷ്ണയ്ക്ക് സമാനം, മരിപ്പച്ച പോലെയാണ്. ഇത് ആഗ്രഹം മാത്രമായിരിക്കും. അതിനുള്ള സങ്കല്പങ്ങൾ പോലും വെക്കുന്നത് വെറും വ്യർത്ഥമെന്ന് എഴുതി ബാബ. ഉन्हें बताया गया कि देश को सच्ची स्वतंत्रता तो तभी मिलेगी. ബാബ പറഞ്ഞു, ആ കത്തിൽ ഈ ഭാരതദേശത്തിന് സത്യമായ സ്വാതന്ത്ര്യം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? എല്ലാവരും പഞ്ചവികാരങ്ങളിൽ നിന്ന് മുക്തമാകണം.
വികാരങ്ങളിൽ നിന്ന് മുക്തമാകണം. മായ ദുർവികാരങ്ങളുടെ അടിമത്വത്തിൽ നിന്ന് പുറത്തു വരണം. പക്ഷേ ഈ സ്വാതന്ത്ര്യം എപ്പോഴേ ലഭിക്കൂ? വികാരങ്ങളുടെ പിടിയിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ എന്ത് വേണം? ജ്ഞാനബലവും യോഗബലവും ആവശ്യമാണ്. ജ്ഞാനയോഗബലത്തിലൂടെ ആത്മാവിന് വികാരങ്ങളിൽ നിന്ന് മുക്തമാക്കാൻ പറ്റും. അങ്ങനെ ബാബ ക്ലിയറാക്കി. എല്ലാ മനുഷ്യാത്മാവും ഭാരതീയരെല്ലാം വികാരങ്ങളാകുന്ന രാവണൻ്റെ ജയിലിൽ കിടക്കുകയാണ്. ആ ജയിലിൽ നിന്ന് പുറത്തു വന്നാലേ രാമരാജ്യ സ്ഥാപനം നടക്കും. ഈ കത്ത് ജഗദംബ സരസ്വതിയുടെ പേരിലാണ് എല്ലായിടത്തേക്കും അയച്ചത്. നിരാകാരനായ പരംപിത ശിവബാബ ജഗദംബ സരസ്വതിയിലൂടെ അയക്കുന്നത് പോലെയാണ് ബാബ എല്ലായിടത്തേക്കും കത്തയച്ചത്. അവിടെ നോക്കൂ, ബ്രഹ്മബാബ അത്ര നിരഹങ്കാരിയായിട്ട് സ്വയം മാറി നിന്ന് മമ്മയുടെ പേരിലാണ് കത്തയച്ചത്. അവിടെയും ബാബ എന്ത് ചെയ്തു? മമ്മയെ മുന്നിൽ വെച്ചു, അമ്മമാരെയും പെൺകുട്ടികളെയും മുന്നിൽ വെച്ചു. उसमें सभी को ये निमंत्रण दिया गया था कि वे कन्याओं माताओं की अहिंसा बलवाली सेना में. എന്നിട്ട് ബാബ അവർക്കെല്ലാവർക്കും ക്ഷണം നൽകി. കന്യകമാരും മാതാക്കളും അഹിംസാ ബലത്തോടെ നടത്തുന്ന ഈ ശക്തി സൈന്യത്തിൽ നിങ്ങളെല്ലാവരും വരൂ, ഇതിൽ അംഗമാക്കൂ. മനോവികാരങ്ങളോട് യുദ്ധം ചെയ്ത് സത്യമായ സ്വാതന്ത്ര്യം സ്വയം അനുഭവിക്കൂ എന്ന് പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന പ്രക്ഷോഭകർക്ക്, ഭാരതത്തിനെ സ്വതന്ത്രമായതിനു ശേഷവും സർക്കാരിനെതിരെ പ്രക്ഷോഭം ഉണ്ടാക്കിക്കൊണ്ടിരുന്നവർക്ക് ബാബ ഇപ്രകാരം സ്വയം വികാര വിക്ഷോഭങ്ങളിൽ നിന്ന്, അതാണല്ലോ ഏറ്റവും വലിയ പ്രക്ഷോഭം, വികാര വിക്ഷോഭങ്ങളാകുന്ന പ്രക്ഷോഭത്തിൽ നിന്ന് പുറത്തു വരാൻ അമ്മമാരാൽ കന്യകമാരാൽ നയിക്കപ്പെടുന്ന ഈ ഈശ്വരീയ യജ്ഞത്തിൽ വന്ന് രാജയോഗം പഠിച്ച് ആധ്യാത്മിക ജ്ഞാനത്തിലൂടെ സ്വന്തം മനോയുദ്ധം, അവരവരുടെ ഉള്ളിൽ നടക്കുന്ന വികാരി യുദ്ധത്തിൽ നിന്ന് സ്വയം വിജയിക്കാൻ വേണ്ടി ബാബ ആഹ്വാനം ചെയ്യുന്ന തരത്തിലാണ് മമ്മയെ കൊണ്ട് ഇവർക്കെല്ലാം കത്ത് അയപ്പിച്ചത്. അതാണ് രാജ്യത്തലവന്മാർക്ക് വേണ്ടിയിട്ട്, നേതാക്കന്മാർക്ക് വേണ്ടിയിട്ട്, ആത്മീയ നേതാക്കൾക്ക് വേണ്ടിയിട്ടെല്ലാമുള്ള ബാബയുടെ സേവനത്തിൻ്റെ ഒരു വലിയ ചുവടുവയ്പ് നമ്മൾ കണ്ടത്. ഇനി അടുത്ത വിങ്സ്, ഇപ്പം നമ്മൾ യജ്ഞത്തിൽ 20ഓളം വിങ്ങായിട്ട് സമൂഹത്തെ തിരിച്ചിട്ടിപ്പോൾ സേവനം നടക്കുന്നുണ്ട്. എൻജിനീയേഴ്സ് വിങ്, ഡോക്ടേഴ്സ് വിങ്, യൂത്ത് വിങ്, എഡ്യൂക്കേഷൻ വിങ്, മഹിളാ വിങ്. ബാബ ബ്രഹ്മബാബ ആരംഭം മുതലേ ഈ വിങ് സർവീസ് ചെയ്തിരുന്നു എന്നുള്ളതാണ്. അടുത്തത് ഏതാണ്? ന്യായാധിപന്മാർക്കും വക്കീലന്മാർക്കും സന്ദേശം, ജുഡീഷ്യറി. അവർക്ക് ബാബ എങ്ങനെ സേവനം ചെയ്തു? ജൂറിസ്റ്റ് വിങ്ങിൻ്റെ സേവനത്തെക്കുറിച്ച് പറയണം. ഇതുവരെ നമ്മൾ കേട്ടത് പൊളിറ്റിക്കൽ വിങ്ങിന്, റിലീജിയസ് വിങ്, 2 വിങ്ങിൻ്റെ സർവീസിനെ കുറിച്ച് കേട്ടു. ആ സമയത്ത് പാട്നയിൽ ന്യായാധിപന്മാരുടെയും വക്കീലന്മാരുടെയും ഒരു മഹാസമ്മേളനം നടക്കുകയായിരുന്നു. ആ അവസരത്തിൽ ബാബ ഒരു സന്ദേശ പത്രിക അവർക്കെല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി തയ്യാറാക്കിച്ചു കുട്ടികളെ കൊണ്ട്. എന്നിട്ട് ബാബ പറഞ്ഞു, आजकल के न्याय के विषय में बाबा कहा करते कि नीचे की अदालत यदि एक फैसला लेती है. അപ്പോൾ ബാബ പറഞ്ഞു, ഇന്നത്തെ ലോകത്തിൽ നിലനിൽക്കുന്ന ന്യായം എന്താ? ഇവിടുത്തെ ന്യായ ബെഞ്ച്, കോടതി വ്യവസ്ഥ എന്താണെന്ന് ബാബ ചൂണ്ടിക്കാണിച്ചു. അതിൽ കുറവുകൾ എന്താണ്? താഴത്തെ കോടതി, കീഴ്ക്കോടതി എന്തെങ്കിലും ഒരു തീരുമാനം, വിധി കൽപ്പിച്ചാൽ അപ്പീലും കൊണ്ട് മേൽക്കോടതിയിൽ പോയാൽ താഴെ കൽപ്പിച്ച വിധിയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരിക്കും
മേൽക്കോടതിയിലുണ്ടാകുന്ന തീരുമാനം. അപ്പോഴെന്തായി? അവിടുന്ന് അപ്പീൽ വാങ്ങി സർവോಚ್ಚ നീതിപീഠത്തിലേക്ക് പോയാൽ, സുപ്രീം കോടതിയിലേക്ക് പോയാലോ അല്ലേ? ആദ്യം ഏറ്റവും താഴ്ന്ന ലോക്കൽ കോടതി, പിന്നെ ഹൈക്കോടതി, പിന്നെ സുപ്രീം കോർട്ട്. സുപ്രീം കോർട്ടിൽ പോയി കഴിഞ്ഞാൽ വീണ്ടും വേണമെങ്കിൽ വിധി ന്യായം തികച്ചും മാറി മറിയും. അപ്പോൾ ബാബ പറഞ്ഞു, നോക്കൂ, ഒരു വ്യക്തിക്ക് മൃത്യുവാണ് താഴെ കോടതിയിൽ വിധിച്ചതെന്നിരിക്കട്ടെ, അയാൾക്ക് മുകളിലത്തെ കോടതിയിൽ അപ്പീൽ പോകാനും വാദിക്കാനും കഴിഞ്ഞുവെങ്കിൽ അയാളുടെ മൃത്യുവിൻ്റെ ശിക്ഷ മാറ്റി കിട്ടിയെന്നിരിക്കട്ടെ. മറ്റൊരു വിധിന്യായമാണ് അവിടെ ഉണ്ടായതെന്നിരിക്കട്ടെ. അപ്പോഴെന്തായി അല്ലേ? വിധി തന്നെ മാറിയില്ലേ? ഇതേപോലെ മുകളിലത്തെ കോടതിയിലേക്ക് പോകാനും അപ്പീൽ വാങ്ങാനും പറ്റാത്തവർക്കാണെങ്കിലോ, അപ്പോൾ അവർക്കൊരു വിധി, മറ്റുള്ളവർക്ക് വേറൊരു വിധി. അതല്ലേ ഇവിടെ നടക്കുന്ന വിധിന്യായം എന്ന് ബാബ പറഞ്ഞു, ചൂണ്ടിക്കാണിച്ചു. അതായത് കോടതിയിൽ പോലും ബാബ ചൂണ്ടിക്കാണിച്ചത് എന്താണ്? കോടതിയിൽ പോകുന്നത് എപ്പോഴാണ്? ഒരു തർക്കത്തിന് പരിഹാരത്തിന് വേണ്ടിയിട്ടാണ് അല്ലേ? അല്ലെങ്കിൽ ഒരു തീരുമാനം, ശരിയായൊരു തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. എവിടെയെങ്കിലും ഒരു അന്യായം നടക്കുമ്പോൾ ന്യായത്തിന് വേണ്ടിയിട്ടാണ് കോടതിയെ സമീപിക്കുന്നത്. പക്ഷേ ഇന്നത്തെ കാലത്ത് കോടതിയിൽ നിന്ന് പോലും എത്രത്തോളം എല്ലാവർക്കും സത്യമായ ന്യായം ലഭിക്കുന്നു എന്നുള്ളത് ചിന്തിക്കേണ്ട വിഷയമാണെന്ന് പറഞ്ഞു ബാബ. അതല്ലേ നടക്കുന്നതും. അതായത് ചില സമയത്തൊക്കെ എന്ത് സംഭവിക്കുന്നു? ന്യായത്തിൻ്റെ സ്ഥലത്ത് അന്യായം നടക്കുന്നു. ചില സ്ഥലങ്ങളിൽ അന്യായം ന്യായമായി മാറുന്നു അല്ലേ? അതുകൊണ്ടാണ് ആൾക്കാർക്ക് നീതിപീഠത്തിൻ്റെ മേലെയുള്ള വിശ്വാസം പോലും ചില സമയങ്ങളിൽ നഷ്ടപ്പെടുന്നത്. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത തരത്തിൽ അല്ലേ എല്ലായിടവും കലുഷിതമായിക്കൊണ്ടിരിക്കുകയാണ്. അധാർമികത കടന്നുകൂടി. इस प्रकार बाबा न्याय व्यवस्था में ഇപ്രകാരം ബാബ ന്യായ വ്യവസ്ഥയിലെ എന്തെല്ലാം കുറവുകളുണ്ടോ അതെല്ലാം ചൂണ്ടിക്കാണിച്ചു. अब इस कॉन्फ्रेंस के अवसर पर शिव बाबा ने साकार प्रजापिता ब्रह्मा द्वारा, അപ്പോൾ ബാബ എന്ത് പറഞ്ഞു? ഈ ജുറിസ്റ്റ് കോൺഫറൻസ് നടക്കുന്ന സമയത്ത് ശിവ ബാബ ബ്രഹ്മബാബയിലൂടെ അപ്നി ഹി നാം സെ, ശിവബാബ സ്വന്തം പേരിൽ കുട്ടികൾക്ക് കത്തയച്ചു, സന്ദേശം കൊടുത്തു. ഉസ്മേ ഉൻ ന്യായമൂർത്തിയോ കോ ഏ ലിഖാ ഗയ, അതിൽ ബാബ ന്യായാധിപന്മാരോട് പറഞ്ഞു, आपके उपकर आपके सामने बताए गए दूसरों के कर्मों के बारे में निर्णय करने का बहुत ही महत्वपूर्ण काम सौंपा है. ന്യായാധിപന്മാർക്ക് ബാബ കൊടുത്ത സന്ദേശം എന്താണ്? താങ്കളുടെ മുന്നിൽ മറ്റാരോ ചെയ്ത കർമ്മത്തിൻ്റെ നിർണയമെടുക്കാനുള്ള മഹത്വപൂർണമായ ഉത്തരവാദിത്വമാണ് ഈശ്വരൻ ഏൽപ്പിച്ചിരിക്കുന്നത്. परंतु आप इस बात को मानेंगे कि यदि मापतौल का पैमान अथवा यंत्र स्वयं भी ठीक ना, അപ്പം എന്നിട്ട് ബാബ പറഞ്ഞു, അളക്കേണ്ട അളവുകോൽ ഏതുകൊണ്ടാണോ അളക്കേണ്ടത് ആ അളവുകോൽ തന്നെ ശരിയല്ലെങ്കിൽ ആ അളവുകോൽ കൊണ്ട് അളക്കുന്ന അളവ് എങ്ങനെയുണ്ടാവും? അതുകൊണ്ട് ന്യായമൂർത്തികൾക്ക്, അളവുകോൽ എന്ന് പറഞ്ഞാൽ എന്താ? ന്യായാധിപന്മാരുടെ സ്വന്തം മാനസിക അവസ്ഥ ശരിയല്ലെങ്കിൽ പിന്നെ എടുക്കുന്ന തീരുമാനങ്ങൾ എങ്ങനെ ന്യായമുള്ളതാകും എന്ന ചോദ്യം ബാബ ചോദിച്ചു. എന്നിട്ട് ബാബ പറഞ്ഞു, അതിനെന്ത് ചെയ്യണം? അളവുകോൽ ശരിയാകണമെങ്കിൽ ന്യായാധിപന്മാർക്ക് ശരിയായ ന്യായം ബുദ്ധിയിൽ അല്ലേ അളന്നെടുക്കണം എന്നുണ്ടെങ്കിൽ ബാബ പറഞ്ഞു, നിങ്ങളുടെ മനസ്സിൽ കാമം, ക്രോധം, ലോഭം, മോഹം, അഹങ്കാരം തുടങ്ങിയ വികാരങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾ ഉപരിയാകണം.
എങ്കിൽ മാത്രമേ നിങ്ങളുടെ മനസ്സിൽ ശരിയായ തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് കഴിയും, വിധി കൽപ്പിക്കാൻ കഴിയും. അതായത് താങ്കളുടെ മനസ്സിൻ്റെ മേൽ ആരുടെയും ഒന്നിൻ്റെയും പ്രഭാവം ഉണ്ടാക്കരുത്. ഇല്ലെങ്കിൽ ന്യായത്തിന് പകരം നിങ്ങൾ എടുക്കുന്നത് അന്യായമായി പോകും തീരുമാനം എന്ന് പറഞ്ഞു ബാബ. इस प्रकार उन्हें बताया गया कि वे ध्यान दे कि अब जो समय चल रहा है. അപ്പോൾ ബാബ എന്ത് സൂചിപ്പിച്ചു? അടുത്ത പോയിന്റ് ബാബ പറഞ്ഞു, നോക്കൂ കുട്ടികളെ, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയം ഉണ്ടല്ലോ, ഏ സമയ ऐसा समय है जबकि अनैतिकता और अनाचार फैला हुआ है. ഇത് പറഞ്ഞു ബാബ, അനാചാരം നിലനിൽക്കുകയാണ്, അനീതി നിലനിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. സഭി മനുഷ്യോं का मन इन विकारों से कम या अधिक प्रभावित है. അനീതിയാലും അതേപോലെ അധാർമികതയിലും ഭ്രമിതമായ മനസ്സ് വികാരങ്ങളാൽ പ്രഭാവിതമായിരിക്കുകയാണ്, കലുഷിതമായിരിക്കുകയാണ്. आज स्थिति ऐसी हो गई कि विकारों के कारण मनुष्य समाज का अस्तित्व भी. അപ്പോൾ ഇത്രയധികം വികാര വിക്ഷോഭങ്ങൾ കടമപ്പെട്ട മനുഷ്യൻ സാമൂഹിക അന്തരീക്ഷം തന്നെ അപകടകരമായ തരത്തിലേക്ക് ആക്കി തീർത്തു കഴിഞ്ഞു. अब वो समय है जिसे गीता में धर्म ग्लानि का समय कहा गया है. എന്നിട്ട് ബാബ പറഞ്ഞു, ഇതാണ് ഗീതയിൽ വർണ്ണിക്കുന്ന ധർമ്മഗ്ലാനിയുടെ സമയം. അത്രയധികം അനാചാരവും അനീതിയും അല്ലേ, അക്രമങ്ങളും അധാർമികതയും എല്ലാം മനുഷ്യരിൽ കാണപ്പെടുകയാണ്. उस पत्र में उन्हें स्पष्ट रूप से बताया गया कि 5000 वर्ष पूर्व की तरह अब अधर्म के विनाश की तैयारियां हो रही हैं. ഇപ്പോൾ ആ കത്തിൽ ബാബ സ്പഷ്ടമായിട്ട് എഴുതി, 5000 വർഷം മുമ്പെന്നതുപോലെ അധർമ്മത്തിൻ്റെ വിനാശത്തിനുള്ള തയ്യാറെടുപ്പും ദൈവിക ധർമ്മത്തിൻ്റെ പുനഃസ്ഥാപനയ്ക്കുള്ള ഈശ്വരീയ കർത്തവ്യവും നടന്നുകൊണ്ടിരിക്കുകയാണ്. പരംപിത പരമാത്മാവിലൂടെ 100% പവിത്രതയും സുഖവും ശാന്തിയും നിറഞ്ഞ ഈശ്വരീയ ജന്മസിദ്ധ അധികാരം പ്രാപ്തമാക്കാം. അതിനായി താങ്കളും ഭഗവാന്റെ അടുത്തേക്ക് വരൂ. ആർക്കുള്ള കത്താണിത്? ജഡ്ജിമാർക്ക്, ന്യായാധിപന്മാർക്ക് ഭഗവാൻ കൊടുത്ത സന്ദേശം. ബാബയാണല്ലോ ലോകത്തിലെ ഏറ്റവും വലിയ ന്യായാധിപൻ അല്ലേ? അപ്പോൾ ബാബ സ്വയം ന്യായാധിപന്മാർക്കും വക്കീലന്മാർക്കും ഇപ്രകാരം തൻ്റെ സന്ദേശം, ബാബ സ്വയം വന്നിരിക്കുകയാണ്, സുഖവും ശാന്തിയും സന്തോഷവും നിറഞ്ഞ് ലോകത്തിൻ്റെ സ്ഥാപനയ്ക്കെന്ന സന്ദേശം ബാബ കൊടുത്തു. बड़े आकार के रंगीन पोस्टर्स हर वर्ग के लोगों को स्पष्ट रूप से ईश्वरीय निमंत्रण दिया गया. ഇപ്രകാരം ഈശ്വരീയ ക്ഷണം എല്ലാ വിഭാഗങ്ങളിൽപ്പെട്ട ആത്മാക്കൾക്കും ബാബ മക്കളിലൂടെ കത്തുകളുടെ രൂപത്തിൽ നൽകി. ബഡേ ബഡേ പോസ്റ്റർ ബി ചാപ് കർ ചിപ്കായേ ഗയേ. ആ സന്ദേശത്തിനോടൊപ്പം വലിയ വലിയ പോസ്റ്ററുകളും പ്രിൻ്റ് ചെയ്ത്, ചിത്രങ്ങളും പ്രിൻ്റ് ചെയ്ത് വെച്ചിരുന്നു. ആ ചിത്രങ്ങളെല്ലാം വളരെ വർണ്ണാഭമായിരുന്നു, വർണ്ണശബളവും ആകർഷണീയവുമായിരുന്നു. उनमें से एक पोस्टर पर बहुत ही मोटे अक्षरों में छाप गया. അതിൽ ഒരു ചിത്രത്തിൽ വലിയ അക്ഷരത്തിൽ അച്ചടിച്ച് വെച്ചിരുന്നു, സത്യ
सत्यता बाणों के समान है, परंतु सत्यता है कहाँ? സത്യത അമ്പുകൾക്ക് സമാനമാണ്. പക്ഷേ എവിടെ സത്യതയുണ്ട്? क्या वर्तमान मतभेद वाले अनेक धर्मों में या शास्त्रों में? അഭിപ്രായ ഭിന്നത നിലനിൽക്കുന്ന ധർമ്മങ്ങൾക്കിടയിലോ ശാസ്ത്രങ്ങളിലോ എവിടെ കാണപ്പെടുന്നു സത്യത? नहीं, जैसे तीक्ष्ण बाण केवल तर्क से ही प्राप्त होते हैं, इसी प्रकार सत्य ज्ञान भी अन्य कोई नहीं दे सकता. ആവനാഴിക്കുള്ളിൽ നിന്ന് പവർഫുൾ അമ്പുകൾ എടുക്കുന്നത് പോലെ സത്യജ്ഞാനം സത്യസ്വരൂപമായ ജ്ഞാനസാഗരമായ സർവശക്തിവാനായ പരംപിത പരമാത്മാവിൻ്റെ പക്കലേ ഉള്ളൂ. ഈ പോസ്റ്റർ बहुत ही खुले शब्दों में, ഈ ചിത്രവും എഴുത്തും ഈ പോസ്റ്റർ ഒരു തുറന്ന കത്ത് പോലെ परमात्मा और मनुष्यात्माओं के ज्ञान में अंदर ഭഗവാനിലുള്ള ജ്ഞാനവും മനുഷ്യരിലുള്ള ജ്ഞാനവും തമ്മിൽ വ്യത്യാസവും അതിൽ എഴുതിയിരുന്നു. കൂടാതെ മറ്റ് ഫോൾഡേഴ്സ്, പുസ്തകങ്ങൾ, ഇതെല്ലാം കോടിക്കണക്കിന് മനുഷ്യാത്മാക്കൾക്ക് ഇതിലൂടെ ബാബ സന്ദേശം കൊടുത്തു. परंतु जैसे कि गीता में कहा गया है ना, പക്ഷേ ഗീതയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ കോടിക്കണക്കിന് പേർക്ക് സന്ദേശം കൊടുക്കുമ്പോൾ കോടിയിൽ ചിലരിൽ ഒരാൾ, അത്ര പേരെ ബാബയുടെ അടുത്തേക്ക് പഠിക്കാൻ വന്നിട്ടുള്ളൂ. പക്ഷേ ബാബ പൂർണ്ണമായും പവിത്രവും യോഗയുക്തവുമായി മാറുന്നതിനുള്ള പുരുഷാർത്ഥം ചെയ്യാൻ എല്ലാ വിഭാഗങ്ങളിൽപ്പെട്ട മക്കളെയും ക്ഷണിച്ചു തൻ്റെ അടുത്തേക്ക്. अब एक और तो ब्रह्मा वत्सों की संख्या बढ़ने लगी. അപ്പോൾ പലതരത്തിലുള്ള സേവനങ്ങൾ നടന്നത് കാരണം എന്തായി? ബാബയുടെ മക്കളുടെ എണ്ണം ഒരു ഭാഗത്ത് കൂടിക്കൊണ്ടിരുന്നു. അവരിൽ പവിത്രതയുടെ ശക്തിയും ജ്ഞാനബലവും യോഗബലവും വികസിച്ചു. മറുഭാഗത്ത് अब हर वर्ग, हर पद और हर क्षेत्र के लोगों को ईश्वरीय संदेश आदेश. മറുഭാഗത്ത് ഓരോ വിഭാഗങ്ങളിൽപ്പെട്ട മക്കൾക്കും ബാബയുടെ സന്ദേശം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങുകൾ, അതിന് വേണ്ടുന്ന എഡ്യൂക്കേഷൻ, അതിന് വേണ്ടുന്ന മര്യാദകൾ, ഇതിനെക്കുറിച്ചെല്ലാം കുട്ടികളെ ബാബ ട്രെയിൻഡാക്കി. धार्मिक क्षेत्रों में मजे, धांधली, अंधश्रद्धा, कुरीतियों और मिथ्याभिमान को ठीक करने की ओर. അതുകൂടാതെ ധാർമ്മിക രംഗത്ത് നിലനിന്നിരുന്ന അനാചാരങ്ങൾ, അന്ധവിശ്വാസങ്ങൾ, പലതരത്തിലുള്ള ബലികളൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഇതിനെതിരെ ബാബ ഈശ്വരീയ സന്ദേശം നൽകി. अब इस विषय में कुछ एक വാർത്താവും का परिचय दिया जाएगा. ഇനി നമുക്ക് അടുത്ത ഭാഗത്ത് നമ്മൾ അതാണ് കേൾക്കാൻ പോണേ. അനാചാരങ്ങളിൽ നിന്ന്, കാരണം പലതരത്തിലുള്ള ആധ്യാത്മിക കാര്യങ്ങൾ പഠിപ്പിക്കുന്നവർ തന്നെ പലതരത്തിലുള്ള അനാചാരങ്ങളും ചെയ്യിപ്പിച്ചിരുന്നു. അപ്പം അതിന് എതിരെ ബാബ കുട്ടികൾക്ക് എങ്ങനെ സന്ദേശം കൊടുത്തു, ഗുരുക്കന്മാർക്ക് എങ്ങനെ സന്ദേശം കൊടുത്തു, നാളെ നമുക്ക് അതിനെക്കുറിച്ച് കേൾക്കാം. ബാബയുടെ ഓർമ്മയിലിരിക്കാം. ഉറങ്ങുന്നത് വരെ ഇന്ന് കേട്ട ഓരോ പോയിന്റും സ്മരിച്ച് ബാബയുടെ മടിയിലേക്ക് പോകാം. दिल में है तेरी याद बाबा, जिगर में तेरा प्यार. दिल में है तेरी याद बाबा, जिगर में तेरा प्यार.
तेरी श्रीमत और शिक्षाएं जीवन का आधार, तेरी श्रीमत और शिक्षाएं जीवन का आधार। दिल में है तेरी याद बाबा, जिगर में तेरा प्यार, तेरी श्रीमत और शिक्षाएं जीवन का आधार। पद्मा पदम सौभाग्यशाली तुमने हमें बनाया, नवजीवन दे करके तुमने दिल में हमें बिठाया। पद्म पदम सौभाग्यशाली तुमने हमें बनाया, नवजीवन दे करके तुमने दिल में हमें बिठाया। अब तो ये जीवन है बाबा तुझ पर ही बलिहार, अब तो ये जीवन है बाबा तुझ पर ही बलिहार। तेरी श्रीमत और शिक्षाएं जीवन का आधार, तेरी श्रीमत और शिक्षाएं जीवन का आधार।